So, hi guys. Business process modeling ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. So, business process modeling എന്ന് പറഞ്ഞാൽ like we already discussed in our previous classes like business process re-engineering. So, here business process modeling or BPM is the activity of representing process of an enterprise so that the current process may be analyzed, improved and automated. നമ്മുടെ current process അല്ലെങ്കിൽ ബിസിനസിന്റെ current business രീതികൾ ബിസിനസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസിന്റെ രീതികൾ പലതും ഐഡന്റിഫൈ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും അതിലുള്ള പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രീതിയെയാണ് ബിസിനസ് പ്രോസസ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മോഡലിംഗ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് there is a lot of techniques which are used to find the different issues exist in an organization. പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ എന്ത് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ദ ബെനിഫിറ്റ്സ് ഓഫ് എ മാപ്പിംഗ് പ്രോസസ് ഓർ ദി മോഡലിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന്, എങ്ങനെയാണ് ഒരു കമ്പനിയിലെ പ്രോസസ്സ്, ഒരു ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഓരോ വ്യക്തികളുടെയും ജോബ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ ഇൻഫർമേഷൻസ് അവരെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. Then it provides a consistency and control of the process. It identifies and eliminates the redundancies and inefficiencies. It sets a clear starting and ending to the process. അല്ലെ, ഉണ്ടാകുന്ന ഇഷ്യൂസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്ക് ഒരു ബിസിനസ് പ്രോസസ് മോഡലിംഗ് കൊണ്ട് സാധിക്കുന്നു. ദാറ്റ് മീൻസ് വൈ വി ആർ ആക്ച്വലി യൂസിങ് എ ബിസിനസ് പ്രോസസ് മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ബിസിനസ് പ്രോസസ് മോഡലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പലതരം മോഡലിംഗ് ടെക്നിക്സ് അവൈലബിൾ ആണ്. അതിൽ കുറച്ച് ടെക്നിക്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വൺ ഈസ് UML ഡയഗ്രാം, ബിസിനസ് പ്രോസസ് മോഡലിംഗ് നോട്ടേഷൻ, ഫ്ലോ ചാർട്ട്, ഗാൻ ചാർട്ട്, ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ്. കണ്ടോ, ഈ പല മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ്സിന് കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കമ്പനിയിൽ നടക്കുന്ന പ്രോസസ്സിനെ ലഘൂകരിക്കാനും അതിലുള്ള ഇഷ്യൂസിനെ ഫോൾട്ടിനെ ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കുന്നു. നമുക്കിതിൽ ഏതെങ്കിലും 2-3 മോഡൽസ് നോക്കാം. ഒന്ന് UML ഡയഗ്രാം ആണ്. സോ ദി ഫുൾ ഫോം ഈസ് യൂണിഫൈഡ് മോഡൽ ലാംഗ്വേജ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും. Here it's like the functioning of two persons. കണ്ടോ, ഇവിടെ അസിസ്റ്റന്റ്, ഇൻസ്പെക്ടർ, ഇവരുടെ രണ്ടുപേരുടെയും ജോബ് റോൾസ് ആണ് ഇവിടെ നമ്മൾ ഈ ഒരു ഡയഗ്രാമിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. വിഷ്വലി, സോ ഹ്യൂമൻ ഡയഗ്രാമിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പ്രോസസ്സിന് വിഷ്വലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സോ ലൈക്ക് ഷെഡ്യൂൾഡ് ഇൻസ്പെക്ഷൻസ്, അതിപ്പോൾ ഒരു കമ്പനിയുടെ പ്രോസസ്സിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. 2 ആഴ്ചയാണ് അതിനെടുത്തിരിക്കുന്ന സമയം. അപ്പോൾ അതിൽ ഇന്ററാക്ഷൻ ഈസ് ബിറ്റ്വീൻ ദ അസിസ്റ്റന്റ് ആൻഡ് ദി ഇൻസ്പെക്ടർ. സോ ഹിയർ യു ക്യാൻ സീ ലൈക്ക് assistant കണ്ടോ, filling report, it will alert the inspector, review the reports, publish reports, alert the assistant, message, then report approve ആയിക്കഴിഞ്ഞാൽ then approve, finalizing report. So ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ഡേറ്റ ഫ്ലോ. സോ നമ്മൾ ഈ ഒരു അസിസ്റ്റന്റിനെയും ഇൻസ്പെക്ടറിനെയും ഒരു ERP സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള ഡേറ്റാസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്, അതിന്റെ ഫോർമാറ്റ്സ് എന്താണ്, അപ്പോൾ ഇവർക്ക് 2 ഡിഫറെന്റ് മോഡ്യൂൾസിന്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓൾസോ ഇതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫില്ലിംഗ് റിപ്പോർട്ട്, റിവ്യൂ റിപ്പോർട്ട് കണ്ടല്ലോ, പബ്ലിഷ് റിപ്പോർട്ട്. സോ ഈ സ്ഥാനത്തിലൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഇതേപോലെയുള്ള ബിസിനസ് പ്രോസസ് മോഡലിംഗ്സ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് BPMN, that is business process modeling notation. So ഇവിടെ in the control, receiving a book lending request, getting the book status, on loan replay, hold on book, decline hold, 1 week, request hold. കണ്ടോ, ഇങ്ങനെ ഓരോ പ്രോസസ്സിന്റെ പല സ്റ്റേജസിനെ ഡിവൈഡ് ചെയ്ത് കാണിച്ചേക്കുന്നതാണ് ഇവിടെ. ഇവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജസ് അവോയ്ഡ് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജസ് ആഡ് ചെയ്യാം. സോ ഇതിനെയൊക്കെ എങ്ങനെ ഒരു ERP സോഫ്റ്റ്വെയറിലോട്ട് കൊണ്ടുവരും,
ഈ ഒരു പ്രോസസ്സിനെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ ഓരോ മോഡലിംഗ് ചെയ്യുന്നത് കൊണ്ടും ഐഡന്റിഫൈ ചെയ്യുന്നത്. മീൻസ് ഗാൻറ്റ് ചാർട്ട്, ഹെൻറി ഗാൻറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഗാൻറ്റ് ചാർട്ട് നമുക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 ആയിട്ട് ഒരു കമ്പനിയുടെ വർക്ക്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഓരോ വീക്കിലും. ഓരോ വീക്കിലും കണ്ടു ഡെവലപ്മെന്റ്, പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 5-6 ജോബ് റോൾസ് ഇവിടെ പറയുന്നു. ഇപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഫൈനലൈസിംഗ് ദി സ്ക്രിപ്റ്റ് ഈസ് ഡൺ ബൈ വൺ മിസ്റ്റർ എൽ കാസ്താൻ. കണ്ടോ, പുള്ളിക്കാരന്റെ സ്റ്റേറ്റസ് ആണ്. വീക്ക് 1 പുള്ളി ഉണ്ടായിരുന്നു. ദ വയലറ്റ് കളർ ഇൻഡിക്കേറ്റ്സ് യെസ് ഹി ഈസ് ദെയർ. ഇറ്റ് ക്യാൻ ബി മേ ബി ഇറ്റ്സ് ആൻ ആബ്സെന്റ് എന്നായിരിക്കാം, അല്ലെങ്കിൽ അപ്രൂവ്ഡ് എന്നായിരിക്കാം. പിന്നെ അറ്റാച്ച്മെന്റ്സിൻ്റെത് ഉണ്ടോ, ടോട്ടൽ ഡേയ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 6 days, 2 days, 3 days. ഓരോ വ്യക്തിക്കും അലോട്ട് ചെയ്തിരിക്കുന്ന ഡേയ്സ്, എത്ര ഡേയ്സിനുള്ളിൽ ആ പുള്ളി ആ ജോബ് ചെയ്ത് തീർത്തു. പ്രീ പ്രൊഡക്ഷനിൽ കാസ്റ്റിംഗ് ഡൺ ബൈ വൺ മിസ്റ്റർ MJ സ്ലാറ്റർ. പുള്ളിക്കാരൻ അലോട്ട് ചെയ്തിരിക്കുന്നത് 3 days ആണ്. സോ where is actually his working status? So this kind of information is available from looking into a Gantt charts. Another one is a data flow diagrams. കണ്ടോ, ഈ ഒരൊറ്റ ഡയഗ്രാം നമുക്കൊരു ഓൾ ERP സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെ? സോ ലൈക്ക് കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ആൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, കസ്റ്റമർ സർവീസ് അസിസ്റ്റന്റ് കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, അക്കൗണ്ട് ഡീറ്റെയിൽസ് കസ്റ്റമർ ഡീറ്റെയിൽസ് കസ്റ്റമറിന് ഇൻഫോം ചെയ്യുന്നു, കസ്റ്റമറിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കസ്റ്റമറിനെ ഇൻഫോം ചെയ്യുന്നു. കണ്ടോ, കസ്റ്റമർ ഈസ് ഡെപ്പോസിറ്റിംഗ് എൻ എമൗണ്ട്, ഡെപ്പോസിറ്റിംഗ് ക്യാഷ്, അപ്ഡേറ്റഡ് അക്കൗണ്ട് ബാലൻസ്, അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് ബാങ്കിലെ സെർവറിലും അപ്ഡേറ്റ് ആവണം. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഒരു 500 രൂപ നമ്മുടെ അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദ സെയിം ടൈം വിൽ ഗെറ്റ് എ മെസ്സേജ്, right? 500 rupees is credited to your account. So our information customer will etikkanam. So all of these processes are actually shown here in the data flow diagrams. Fine. So ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്തണം, പുതിയൊരു മോഡ്യൂൾസ് അല്ലെങ്കിൽ പുതിയൊരു സെക്ഷൻ നമുക്ക് ആഡ് ചെയ്യണം. So these are the things actually we need to do prior before we implement an ERP system. This is also a workflow technique, which is also another business process modeling method, like supplier, purchasing, receiving, then manufacturing process is done, then the final product is out for the quality team for the quality assurance. Final product നമ്മൾ inventory എന്നും പറയും, അല്ലേ? The inventory is here, then comes packing, then goes for distribution, then comes delivery, then it is passed to the customer. Then customer service may contact the customer to inform that your product is ready, right? So customer ne kittunna information is used by the sales department for their marketing purposes. So idana ee ella processum kude namukku oretta ERP systemത്തിലോട്ട് ആക്കാനാണ് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വർക്ക് ഫ്ലോ ടെക്നിക്സ്, പല രീതിയിലുള്ള ബിസിനസ് പ്രോസസ് മോഡലിംഗ് ടെക്നിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, next thing that we want to look into is the integrative framework for ERP implementation. ഒരു ERP സോഫ്റ്റ്വെയർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രധാനമായിട്ടും എല്ലാ കമ്പനിയും ചെയ്യുന്ന 3 പ്രോസസ്സ് അല്ലെങ്കിൽ 3 ലെവലാണ് integrative framework എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so here you can see that the communication process like strategic level, tactical level and operational level, നമ്മളിതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഓപ്പറേഷൻ ലെവലിലുള്ള ബിസിനസ് പ്രോസസ് മോഡലിംഗ് ആണ്. സ്ട്രാറ്റജിക് ലെവലിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, കറണ്ട് ലെഗസി സിസ്റ്റം ഇവാലുവേഷൻ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് വാട്ട് ഈസ് ദി പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് യുവർ കമ്പനി? നിങ്ങളുടെ കമ്പനി ഇപ്പോൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടാക്സി സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കമ്പനിയിൽ ടാക്സി ബുക്ക് ചെയ്യുന്നത്? ദേ വിൽ കോൾ യുവർ കസ്റ്റമർ സർവീസ്, അല്ലെ? വിളിച്ചാണ് ബുക്ക് ചെയ്യുന്നത്, അതർവൈസ് എന്തെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഒരു ഡ്രൈവറിനെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തിട്ടാണോ? സോ ദീസ് ആർ സം ഓഫ് ദി
things that we need to check in the current legacy system evaluation. Then goes the business vision, implementation strategy, or business vision in the sense, എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് ലെവലിലോട്ട് നിങ്ങളുടെ ബിസിനസ്സിന് മാറണം. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഇങ്ങനെ ഓരോ ദിവസവും ഡ്രൈവേഴ്സിന് ഫോണിൽ കോൺടാക്ട് ചെയ്ത് വെഹിക്കിൾ ബുക്ക് ചെയ്താൽ മതിയോ? സോ ബിസിനസ് വിഷൻ. Then hiring the consultants and benchmarking. The last one is benchmarking. Benchmarking ഉദ്ദേശിക്കുന്നത് where we need to stand. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടൊരു കമ്പനി, കാർ റെന്റിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും, ലൈക്ക് ഊബർ അല്ലെങ്കിൽ ഓല ക്യാബ്സ്. അവരുടെ ആ ലെവലിൽ എത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ ബെഞ്ച് മാർക്ക്, റൈറ്റ്? ദെൻ ഇതിനു വേണ്ടിയുള്ള സ്റ്റേജസ് ആണ് ടാക്ടിക്കൽ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ദ ക്ലയന്റ് കൺസൾട്ടേഷൻ. ക്ലയന്റ് കൺസൾട്ടേഷൻ മീൻസ് നമുക്കൊരു ERP പർച്ചേസ് ചെയ്യണം, അല്ലെ, സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യണം. സോ നമ്മൾ അതിന് ആരെ ബന്ധപ്പെടും? മൈക്രോസോഫ്റ്റിനെയാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ടെക്നോളജീസിനെയാണോ? നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ERP സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരാണ്? ദാറ്റ് ഈസ് ദ ക്ലയന്റ് കൺസൾട്ടേഷൻ. ദെൻ ദ ബിസിനസ് പ്രോസസ് ചേഞ്ച്. എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് പ്രോസസ് ചേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ദി ഡ്രൈവർ ഡയറക്ട്ലി, വാട്ട് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. മനസ്സിലായി? അതാണ് ബിസിനസ് പ്രോസസ് ചേഞ്ചിങ്. ദെൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. Then comes the operational level, that is the business process modeling. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് അല്ലെ, ഗ്യാപ്പ് അനാലിസിസ്. ബിസിനസ് പ്രോസസ് മോഡലിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആരുടെ ഓരോ വ്യക്തികളുടെയും ജോബ് റോൾസ് എന്താണ്, ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ERP ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. Then after identifying, we will configure the systems. Finally we will prepare the ERP and going live. നമ്മൾ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജസിൽ പഠിച്ചതാണ് അല്ലെ, preparation and going live. Going live means ERP is on. That means the software is on for integrating all the process in an organization. So അത് കഴിഞ്ഞതിന് ശേഷമാണ് integration and realization. Integration എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ERP സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം realization means we are using that ERP software for the better functioning of the company. So I'll show you one more image and I will put an end to this session, that is the ERP implementation framework. ഇവിടെ കണ്ടാൽ അറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ എല്ലാ സ്റ്റേജസും തമ്മിൽ പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്. പരസ്പരം ഡേറ്റ ഫ്ലോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് തമ്മിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് അല്ല, എല്ലാ സ്റ്റേജസ് തമ്മിലും കൈമാറുന്നുണ്ട്. That is the change environment, the learning capacity, strategic initiatives. ഒരു കമ്പനി എടുക്കുന്ന സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ് ആണ് കൾച്ചറൽ റെഡിനെസ്. ദാറ്റ് മീൻസ് ദ കമ്പനി ആൻഡ് ദ എംപ്ലോയീസ് നീഡ് ടു ബി റെഡി ടു അക്സെപ്റ്റ് ദി ചേഞ്ച് അല്ലെങ്കിൽ ERP. ദെൻ ദ ലേണിംഗ് കപ്പാസിറ്റി ഓഫ് ദി പേഴ്സൺസ് നീഡ് ടു ബി ഐഡന്റിഫൈഡ്. ദി IT ലിവറേജബിലിറ്റി ആൻഡ് ദ നോളജ് കപ്പാബിലിറ്റി. ദാറ്റ് മീൻസ് IT റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സപ്പോർട്ട്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ കംസ് ദ റിലേഷൻഷിപ്പ് ബാലൻസിങ്. ദാറ്റ് മീൻസ് എംപ്ലോയീസും ERPയും തമ്മിലുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു കമ്പനിക്ക് സാധിക്കണം, അല്ലെങ്കിൽ ആരും പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ. Then the final one is the ERP outcome. We know that how actually ERP will be beneficial for the company. So these are the ERP implementation framework. In the detail ആയിട്ടുള്ള note I will provide. Don't worry. So this is just an outline or idea which I am giving. What actually an implementation framework and what are the stages included in an implementation framework. Okay, thank you.